ലാസ്റ്റ് ടൈം ഞാൻ നീഹനായിട്ട് UAE പോകുമ്പം ഷെയർ ചെയ്തിട്ടുള്ളൊരു മിനി വ്ളോഗ് ഉണ്ടായിരുന്നു. ഫ്ലൈറ്റിൽ നിന്നും എയർപോർട്ടിൽ നിന്നൊക്കെ അവൾ മാനേജ് ചെയ്യുന്ന ഒരു വീഡിയോ ആയിരുന്നു. അന്ന് നീഹ ജസ്റ്റ് 2 ആയിരുന്നുള്ളൂ. ഇപ്പം നിയർലി 3 വയസ്സാവാറായി അവൾക്ക്. അപ്പോൾ ആ ഒരു മാറ്റം വലിയ മാറ്റം തന്നെയാണ് കേട്ടോ. അന്ന് അവളുടെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയതുകൊണ്ട് തന്നെ കുറച്ചധികം ഹൊറിബിളായിരുന്നു എനിക്ക്. അവൾ മാനേജ് ചെയ്യാനൊക്കെ ഇത്തിരി ബുദ്ധിമുട്ടായിരുന്നു. ഇപ്രാവശ്യം എന്ന് പറഞ്ഞാൽ ഫ്ലൈറ്റിലധികം തിരക്കില്ലാത്തതുകൊണ്ട് തന്നെ കുറേയൊക്കെ സീറ്റ് കാലി കഴിഞ്ഞു. ഞങ്ങൾ ഇരിക്കുന്ന സീറ്റിൽ ഞങ്ങൾ തന്നെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അവൾ വളരെ ഫ്രീ ആയിട്ടാണ് ഇരുന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ അവളിങ്ങനെ എൻഗേജ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് ബുക്സും ഫ്ലാഷ് കാർഡ് റീഡറുമാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ അവൾ അങ്ങോട്ട് തിരിച്ച് പോണതിൻ്റെ ആ ഒരു സന്തോഷം അവൾക്ക് നന്നായിട്ട് ഉണ്ടായതുകൊണ്ട് തന്നെ എനിക്ക് വലിയ ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല. ചെറുപ്പം മുതലേ ക്രോയ്സൻ്റ് എന്ന് പറഞ്ഞ ശീലമായിട്ട് അതിൻ്റെ പ്രൊണൗൺസിയേഷൻ ഹൊസോൺ എന്നാന്ന് പറഞ്ഞപ്പം അത് എനിക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ നല്ല ബുദ്ധിമുട്ടായിരുന്നു. ഞാനിപ്പോഴും ക്രോയ്സൻ്റ് തന്നെയാണ് എനിക്ക് പെട്ടെന്ന് വായിൽ വരി ഉണ്ടാവട്ടെ. നാട്ടിൽ നിന്ന് ഫ്ലൈറ്റിൽ നിന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ബാഗിലിട്ട് കൊണ്ടുവന്നതാണ്. ഇത് ഇങ്ങനെ ബലൂൺ പോലെ വീർത്തുണ്ട് കേട്ടോ ഈ ഒരു പാക്ക്. അതെന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പുറത്ത് ആരോ ജ്യൂസ് വാങ്ങണുണ്ട്. അപ്പം അവൾക്കും ജ്യൂസ് വാങ്ങണം എന്ന് പറഞ്ഞിട്ട് ഒരു ജ്യൂസിൻ്റെ പാക്ക് മേടിച്ചു. 300 റുപ്പീസാണ് കേട്ടോ ഫ്ലൈറ്റിൽ ആ ഒരു ചെറിയ പാക്ക് ജ്യൂസിന് അവർ ചാർജ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇരുന്ന് 4 മണിക്കൂർ ഞങ്ങൾ ഫ്ലൈറ്റിൽ ഒപ്പിച്ചെത്തി നമ്മുടെ UAE എത്തി. അപ്പം ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഓക്കെ, ബൈ.